മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ. എന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് വിചാരിച്ച് ജീവിക്കണം. അതാകുമ്പോൾ നമ്മളെ ആര് വിട്ടുപോയാലും വലിയ വേദനകൾ ഇല്ലാതെ ജീവിക്കാം. തകർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിനു പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ധൈര്യം തരുന്നത്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട. ചില നേരങ്ങളിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം മിണ്ടാതിരിക്കുക എന്നതാണ്. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഉപജീവനത്തിന് തൊഴിൽ, ഭയം, ലജ്ജ, ദയ, ത്യാഗശീലം ഇവ 5ഉം ഇല്ലാത്ത ദേശത്ത് ഒരു നിമിഷം പോലും താമസിക്കരുത്. വിശ്വാസവും പ്രാർത്ഥനയും 2ഉം അദൃശ്യമാണ്, പക്ഷെ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം. നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിനു നിങ്ങളെ പർവ്വതങ്ങളെക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴത്തിലെത്തിക്കാനും കഴിയും. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതിലല്ല, മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം, പക്ഷെ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.